എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തേത് ഒരു മലയാളം മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സയ്യിദ്നാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇത് ഒരു കോമഡി മൂവിയാണ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത ഒരു മലയാളം മൂവിയാണ് അപൂർവ പുത്രന്മാർ. രണ്ട് സഹോദരങ്ങൾ അവരുടെ പിതാവിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാനായി ഇറങ്ങിത്തിരിക്കുന്നതും ആ യാത്രയിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വഴിത്തിരികളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീജിത്ത് ആൻഡ് രജിത് RL എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഒരു കോമഡി മൂവിയാണ് അപൂർവ പുത്രന്മാർ. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ചെക്ക്മേറ്റ്. അനൂപ് മേനോനെ കേന്ദ്ര കഥാപാത്രമായി രതീഷ് ശേഖർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ചെക്ക്മേറ്റ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 2 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് കാളരാത്രി. പുതുമുഖങ്ങളായ മരിയ അബീഷ്, ആൻഡ്രിയ അബീഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആനന്ദ് കൃഷ്ണരാജ് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് കാളരാത്രി. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 28 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി പുള്ളി. ഇന്ദ്രൻസ് ദേവ്മോഹൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിജു അശോകൻ സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പുള്ളി. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സാഹസം. ബിപിൻ കൃഷ്ണ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് സാഹസം. നരേൻ, ബാബു ആന്റണി, ഗൗരി ജി കിഷൻ, റംസാൻ മുഹമ്മദ്, അജു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മനോരമ മാക്സ് വഴി OTTയിൽ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് മെഹ്ഫിൽ. മുകേഷ്, ഉണ്ണി മുകുന്ദൻ, ആശാ ശരത്, മനോജ് KJN എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയരാജ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ ഡ്രാമ മൂവിയാണ് മെഹ്ഫിൽ. മനോരമ മാക്സ് വഴി ഉടൻ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ആളങ്കം. ലുക്മാൻ, ജാഫർ ഇടുക്കി, ശരണ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാനി ഖാദർ സംവിധാനം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് ആളങ്കം. മനോരമ മാക്സ് വഴി ഉടൻ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഉടനെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത ഒരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്ക് ആയിരിക്കും ഇതിന്റെ OTT റിലീസ്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത് തന്നെ സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫറർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒക്ടോബർ മാസം 23 ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്ക് ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് തങ്കമണി എന്ന മലയാളം മൂവിയാണ്. 1986 ഒക്ടോബറിൽ തങ്കമണിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ദിലീപ്, മനോജ് KJN, മേജർ രവി, നീത പിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് തങ്കമണി. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തങ്കമണിയുടെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത തന്നെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി മിറായി. തേജ സജ്ജയെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് കട്ടന്നേനി സംവിധാനം ചെയ്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ത്രില്ലർ മൂവിയാണ് മിറായി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 31 ഇത് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് ലിറ്റിൽ ഹാർട്ട്സ്. ആദിത്യ ഹസൻ നിർമ്മിച്ച് സായി മാർത്താണ്ഡ് രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് മാർത്താണ്ഡ്. ഒക്ടോബർ 1 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ദേ കോൾ ഹിം ഓജി. സുജീത് രചനയും സംവിധാനം നിർവഹിച്ച ഈ മൂവി ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.